ഉപ്പും മുളകും co-powered by Q Developers and 24news.com. നേരത്തെ വേണമെന്നാ? നേരത്തെ എണീക്കണ്ട വന്നെന്ന്. എന്ത് കാര്യം? എന്ത് അച്ഛാ, ഞാനാണെങ്കിലേ രാവിലെ എണീച്ചിട്ടൊന്ന് തിരിഞ്ഞപ്പോ അവിടെ ഭയങ്കര നനവ്. അപ്പോഴല്ലേ മനസ്സിലായത് മൂത്രമാണെന്ന്. മൂത്രം? ആരൊഴിച്ചത്? ശിവ. അല്ലാതെ ശിവ? അവൾക്ക് അങ്ങനെ പതിവില്ലല്ലോ. പിന്നെ എന്ത്? അച്ഛാ, ഇനിയിപ്പം അവളെ അതിനെ കുറിച്ചൊന്നും പറയണ്ട. അവൾക്ക് നാണവും. പിന്നെ അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്ത്. ചേട്ടൻ അങ്ങോട്ട് പോണോ രാവിലെ? ഡാൻസ് പ്രാക്ടീസിന് പോണു. എന്നാ പോ. ഞാൻ പോവാൻ തന്നെ പോണു. നിങ്ങൾ എന്ത് സംസാരിച്ചോണ്ടിരുന്നുണ്ട്? അത് നെയ്റ്റിങ്ങിന്റെ ഒരു കാര്യം. നെയ്റ്റിങ്ങരയിൽ എന്ത് കാര്യം? അത് വസ്തു പ്രശ്നം. വസ്തു എന്ത് പ്രശ്നം? ചേട്ടൻ എല്ലാ കാര്യം അറിയണോ? ചേട്ടന് വസ്തു കാര്യം അറിയത്തില്ലല്ലോ. ചേട്ടനൊന്നും മനസ്സിലാവില്ലോ. കൊണ്ട് പോ. എനിക്ക് മനസ്സിലാവും ചെയ്യും. എന്താന്ന് മനസ്സിലാവും ചെയ്യും? മനസ്സിലാവണം. നീ പറയണ എന്ത് സംഭവം? എന്ത് പറ. പോടാ, ഇതിനൊക്കെ മനസ്സിലാക്കിയിട്ട് നീ പോടാ. നീ പോടാ, ഇറങ്ങി. ഇവന് അച്ഛനോട് എന്താ പറഞ്ഞെന്ന് എനിക്ക് പറഞ്ഞിട്ട് പോവുള്ളൂ. നീ കേട്ടിട്ട് പോകാം. ഞാൻ കേട്ടിട്ട് പോകും. നീ വന്ന വഴി പോടാ. പോ ചേട്ടാ. അച്ഛനെ കൈ വളർന്ന മെനക്കെടുത്താ പോയി. രാവിലെ തന്നെ രണ്ടും കൂടി എന്തോരുന്ന് പ്ലാൻ ചെയ്യാണ്. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് വേറെ പണിയില്ല. നീ പോടാ. എനിക്ക് പണിയുണ്ട്. അതിനെ ഞാൻ പോവാൻ പോണ്. പോവാണ്. ഞാൻ പോണ്. പല്ല് വെച്ചിട്ട് പോടാ. ഡാൻസ് കളിക്കാൻ പോണ. പല്ല് കഴിക്കാതെ കുളിക്കത്തില്ല. അച്ഛാ കുളിഞ്ഞോക്കുന്നുണ്ട്. തള്ളേരെ സ്വഭാവം പഠിപ്പിച്ച് വിട്ടല്ലേ. പോയി നീ പറയടേ. എന്നിട്ട് മൂത്രം വെച്ചിട്ട് ആ കാര്യം ദയവ് അമ്മയടുത്ത് പറയണ്ട. അവൾക്ക് ഭയങ്കര നാണക്കേണം. അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളാം. ഇനി ഒഴിച്ചിട്ട് പറയണ്ടേ? ബെഡ്ഷീറ്റൊക്കെ വൃത്തിയേടായില്ലേ? നനക്കിട്ടേ അച്ഛാ, കൊച്ചുകുട്ടികൾക്ക് സർവ്വസാധാരണം. കൊച്ചുകുട്ടികൾക്ക് സർവ്വസാധാരണ ഇതൊക്കെ. കൊച്ചുകുട്ടിയൊന്നല്ല, ഇത്രയും വലുതായിട്ട് മൂത്രം വയ്ക്കുന്നത് മോശമാണ് കേട്ടാ. ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റാണ്. അടിച്ച് നനയ്ക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട്. ഞാനിവിടെ സഹായിക്കും വേണമെങ്കിൽ. പറയണ്ട. കടന്ന് മൂത്രം ഒഴി. ആ ഗ്രൂപ്പിൽ ആ കൂടി 3 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്റെയും ചെറിയന്റെയും അമലിന്റെയും പേരുണ്ട്. എന്നാ പോണേ? മാർച്ചിന്. നിനക്കൊരു പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ ഇതുവരെ? എടുക്കണം. പാസ്പോർട്ട് എടുക്കും പെട്ടെന്ന്. എടുക്കണം. പാസ്പോർട്ട് എടുത്തിട്ട് എവിടെ പോവാണ്? ശ്രീകുട്ട പറഞ്ഞ ഗൾഫിൽ കൊണ്ടുപോകാന്ന്. ഗൾഫിൽ പോകണേ കൊള്ളാം. 2 മാസം കഴിയുമ്പോഴേ എനിക്ക് ഡാൻസാണ് വലുതെന്ന് പറഞ്ഞു പോരരുത്. എടാ അവിടെ നില്ലേ. കള്ളപ്പണിയൊക്കെ അവൻ പഠിപ്പിച്ചു തരും. അവൻ കള്ളനല്ലേ. അതിന് ആര് ഗൾഫിൽ പോണ്? ഇവൻ UK മാർച്ചിൽ പോണ കാര്യം പറഞ്ഞതാണ്. UK മാർച്ചിൽ എവിടെ പോണു? എന്തിനാ പോണേ? ഡാൻസ് പ്രോഗ്രാമിന്. ആരൊക്കെ പോണേ? ഞാൻ ജെറി അമൽ. എത്ര രൂപ കിട്ടും? അതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റൂല. ആ പേരൻസ് കൂടെ പോണം. ഞാൻ കൂടെ വരും. ഞാൻ ഇവിടെ ഫ്രീ അല്ലേ? അച്ഛന് വരണം. അച്ഛൻ ഫ്രീ തന്നെ. പക്ഷെ അവര് ഫ്രീ ആയിട്ട് തരില്ലല്ലോ. നല്ല എക്സ്പെൻസീവാ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 2 പേര് എക്സ്ട്രാ എടുക്കാന്ന് പറഞ്ഞപ്പോ പറ്റില്ല. പിന്നെ അവ കഞ്ഞി കൂട്ടങ്ങളാ? കഞ്ഞി കൂട്ടങ്ങളൊന്നും അല്ല. ഒറ്റയ്ക്ക് പോകില്ല. ഞാൻ കൂടെ വരും. കൊണ്ടുപോകാൻ പറ്റില്ല അച്ഛൻ. അങ്ങനെയൊന്നും വെറുതെ. കേശു ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വന്ന്. ഇവിടെ വിളിച്ചിരിക്കണെന്ത്? എന്റെ മുഖത്ത് എന്തൊരു കള്ള ലക്ഷണവും ഇല്ല. ആരെങ്കിലും ഒന്നും പറന്ന്. ഞാൻ പറയാം. നീ വഴക്കൊന്നും പറയല്ലേ. പിള്ളേരാകുമ്പോ അതൊക്കെ ചെയ്യും. ഞാൻ ബെഡ്ഷീറ്റ് നനച്ചിട്ടോളാം. ബെഡ്ഷീറ്റ് നനച്ചിട്ടോളാം? എന്തിന്? അമ്മ ശിവ കിടക്കിടന്ന് മുള്ളി. അയ്യേ, രാത്രി കിടക്കിടന്ന് മുള്ളിക്കടാ. പകല് മുള്ളിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുവോ? പോവാനും. അമ്മ അവളെ വഴക്കൊന്നും പറയണ്ട. അവൾക്ക് ചമ്മലോ. സ്നേഹത്തിൽ പറഞ്ഞാൽ മതി. അവിടെ ഏതെങ്കിലും സ്വപ്നം വല്ലതും കണ്ടു കാണും. വല്ല പടവല കുട്ടമ്പളെ ഭവാനിയെ കണ്ടു കാണും. ബാലു, ഇത് എപ്പോ തുടങ്ങിയ പുതിയ ശീലം? അമ്മ വഴക്കൊന്നും പറയണ്ട. നീ ആ ബെഡ്ഷീറ്റ് കഴുകിയിടാം. അപ്പൊ ഇതിനെ കുറിച്ചാണ് വലിയ കാര്യത്തിൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വസ്തു ഗിസ്തു എന്ന് പറഞ്ഞ എന്തിനാണ് നീ ഡയലോഗ് അടിച്ചത്? അയ്യോ, ഒരു കാര്യം പറഞ്ഞ അതിൽ പിടിച്ച് പിന്നെ തൂങ്ങിക്കോണം. ബാ ഷീറ്റ് കഴുകിയിടാം. അയ്യോ, നാണക്കേട്. ലച്ചു, എണീക്കണേ. ശിവ,
ഇത് വലിക്കണ എന്തിനാന്ന് കാണിച്ചു തരാം. ഒരു എരിഞ്ഞ മണം. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിച്ചിട്ട് വേണം വന്ന് കിടക്കാനെന്ന്. നീ കിടന്നുള്ളി അയ്യേ ഇത്ര നാള് വലിയ അമ്മച്ചിമാരെ പോലെ നടന്നിട്ട് കിടന്നു മുള്ളിയാ. കേശു സ്കൂളിൽ ചെന്ന് പറയല്ലേ നാണക്കേടാ. ചേച്ചി കേക്കേം കാണുകയൊക്കെ ചെയ്തതേ ഇനി മേലെ കിടന്നു മുള്ളിയ തന്നെത്താനെ ബെഡ്ഷീറ്റ് കഴുകിട്ടോളാം. നീ എന്തോ നടി പിന്നെ അവളെ വരട്ടി മൂത്രം ഒഴിപ്പിക്കാൻ നോക്കണം. പോട്ട് മക്കളെ കൊച്ചു പിള്ളേരാകും മൂത്രം ഒഴിക്കും. ഇവിടെ 4ാം ക്ലാസ് വെച്ച് മൂത്രം ഒഴിച്ചു. പിന്നെ ആര് മൂത്രം ഒഴിച്ചു? സുരേന്ദ്രേ പറഞ്ഞു കേട്ടോ അച്ഛൻ കുഴിച്ച പോലെ ഉണ്ടല്ലോ. ചിറ്റപ്പൻ വരുമ്പോ ചോദിക്കാലോ. ആ ചോദിച്ചവൻ കള്ളനാണ്. അവൻ എന്റെ തലയെ കൊണ്ടുപോയിക്കും. അല്ലൊരു കാര്യം ഫോൺ ചെയ്ത് ചോര് വിളിച്ചോര്. മൂത്രം ഒഴിച്ച 4ാം ക്ലാസ് വെച്ച് മൂത്രം ഒഴിച്ചെന്ന് ഫോൺ ചെയ്ത് ചോദിക്കണം. അവനല്ല അച്ഛൻ ഇപ്പഴേ ജാമ്യം എടുത്ത് ജാമ്യം എടുത്ത്. അച്ഛ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞാനല്ല മണത്ത് നോക്കുന്ന. അയ്യേ ശരി ചേച്ചി പോളിയാണെന്ന് രണ്ടുപേരും നോക്കണ്ട. എന്റെ അച്ഛൻ നോക്കൂലോ മണത്ത് നോക്കച്ച. അതെങ്ങനെ രാത്രി ഫാൻ്റെ കാറ്റാറിന് ഉണങ്ങി പോയിട്ടുണ്ടാവും. അച്ഛൻ ഞാനല്ല അച്ഛ പ്ലീസ് അച്ഛ ഒന്ന് മനസ്സിലാക്കച്ച. അല്ലെങ്കിൽ പിന്നെ ലച്ചു ചേച്ചി കീറോന്നല്ല. അയ്യോ ഞാൻ ഒരു കാര്യം പറയാം. കിടക്കണതിന് മുമ്പ് മൂത്രം ഒഴിച്ചിട്ട് കിടക്കണം. നിന്റെ കൂടെയാണ് പറയണം. അച്ഛ പറഞ്ഞോലെ നീയാണോ ഇനി രാമന്റെ പറഞ്ഞില്ല അച്ഛാ. എടി നിനക്ക് ഇനി രാത്രി മൂത്രം ഒഴിക്കണേ എന്നെ മേടിച്ചാ മതി. അവക്കൂര നീ ഒഴിക്കൂ. അച്ഛാ പിന്നെ എന്തോന്ന് ആരൊഴിച്ചാലും ഇപ്പൊ എനിക്ക് പണിയായി. എടി നമ്മള് സംശയിക്കണ്ട അവൾ എന്നെ ഒഴിച്ചത്. മനസ്സിലാക്കാത്ത കേശു കേശു എന്താ മക്കളെ ഞാൻ വാടാ. എന്ത് ചുമ്മാ വെറുതെ വിളിച്ചത്. എന്ത് ചെയ്യാനിത് പഠിക്കൂ. ആ കള്ളായി വളാടുന്നു. എന്താ ഡേയ് കിടന്ന് മൂത്രം ഒഴിച്ചാലേ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ അച്ഛനുണ്ട്. ആരാ? ആരാണ് കിടക്കാൻ നേരത്ത് ഒരു മഗ് വെള്ളം കുടിക്കുന്നത്? ഞാൻ തന്നെ. അപ്പൊ നീ അല്ലേടെ ഒഴിച്ചത്? ഞാനൊന്നും അല്ല. ഇട 2-2.5 ലിറ്റർ മൂത്രം വരും ആ ബെഡ്ഷീറ്റില്. നീ അല്ലേ ഇപ്പൊ ഇത്രയൊന്നും ഒഴിക്കൂല. ശിവാനി ഇത്രയൊന്നും ഒഴിക്കൂല. സത്യം പറയട്ടെ നീ അല്ലേ? നീല്ല അല്ല. ഇടേ കൊച്ചിലെ അച്ഛൻ കിടന്ന് മൂത്രം വെച്ചിട്ടുണ്ടാ. പിന്നെ അല്ലാതെ അത് നേരെ സുരേന്ദ്രൻ ചിറ്റപ്പന്റെ തലയെ കൊണ്ടുപോയിക്കും. അതുപോലെ നീ ഒഴിച്ചിട്ട് നേരെ ശിവാനിയുടെ തലയെ കൊണ്ട് വച്ചല്ലേടാ. സത്യം പറയടാ. എടാ നീ ഒഴിച്ചാണെങ്കിൽ നല്ല ഉറപ്പുണ്ട്. ഞാൻ ഉറച്ചു വിളിച്ച് പറയണോ നീ ഞാൻ ഒഴിച്ചത്? ചതിക്കരുത് പ്ലീസ്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ ഭാനം പോയി അച്ഛനും ഭാനം പോയതല്ല. അറിയാലോ. ചതിക്കരുത് പ്ലീസ്. ശരി പ്ലീസ്. ആഴം പറയില്ല. എന്താടാ യേശു? അല്ലടി ഇനി ആ മൂത്രം ഒഴിച്ചിട്ട് പേരും പറഞ്ഞ് നിന്നെ കളിയാക്കണ്ടെന്ന് പറയുമായിരുന്നു. അച്ഛാ ചേച്ചി ഇപ്പോഴും കൂടി എന്നെ കളിയാക്കി വെച്ചാ. നമുക്ക് റൂട്ട് മാറ്റി വിട്ടല്ല. എങ്ങനെ? ലച്ചു ചേച്ചിയുടെ തലയിൽ കൊണ്ട് വെക്കാം. ചേച്ചിയെ മൂത്രം ഒഴിച്ചെന്ന്. അത് കൊള്ളാം. വിളിക്ക്. ചേച്ചി ഇവിടെ വന്നേ. എന്താടാ ഇവിടെ വാ. കാര്യം പറ. വാ. എന്തിനാ വിളിക്കണ അവളെ? നിക്കച്ചാ. എന്തോന്ന്? ഇവിടെ ഞങ്ങൾ കിടന്ന മുള്ളിയനെ കുറിച്ചൊരു ചർച്ച നടത്തുമായിരുന്നു. ഈ സത്യം ഇപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കേ അറിയാവൂ. എന്ത് പറയാ കേശു? അത് വിടറ. എന്ത് സത്യം? എന്താ? ഞാനില്ലല്ലോ ചേച്ചി +1 പഠിക്കാണ്. കൊറേ കാലമായിട്ട് അത് തുടങ്ങിയിട്ട്. രാത്രിയല്ലേ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്താ പോരാ. ആരും അറിയണ് അല്ലേ? വെറുതെ അല്ല കൊറേ കാലമായിട്ട് നമ്മുടെ റൂമിനൊരു നാറ്റം. ചുമ്മാ ഇനി അവളെ കൂട്ടുകാരെ പോയി പറയല്ലേ. അവള് വലിയ കുട്ടി അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടിയൊന്നും അല്ല. അത് നാണക്കേടാണ്, നാറ്റക്കേസാണ്. എന്തായാലും നാട്യ കേസിന് മാറ്റി വെക്കാം. നീ ഇതും കൂടെ എന്നെ തലേ കൊണ്ടേ വെക്ക്. അതിനെ കൂടെ കുറവേ ഉള്ളൂ. എന്താ അവിടെ? വിട് ഞാൻ ഇല്ല പോ. അമ്മ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഞാനാ കിടക്കെ കയറി മൂത്രം വെച്ചെന്ന്. യഥാർത്ഥ പ്രതി നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ അല്ലേ? ലച്ചു എന്റെ പൊന്നമ്മ ഞാനല്ല കിടക്കെ കൊടുന്ന മുള്ളിയത്.
അമ്മ ശ്രദ്ധിച്ചാ ഞാൻ കിടന്ന ഭാഗത്തല്ലല്ലോ നനവുണ്ടായിരുന്നെ, ഇവരിടുന്ന ഭാഗത്തല്ലേ? ഒന്ന് പോയേച്ചോ അവിടുന്ന്. ചേച്ചി ഞങ്ങളെ മാറ്റിയിട്ടിട്ട് നടക്കിയതല്ലേ കിടക്കാം. കായ നിലത്തോടക്കി ഞാൻ. എന്താടി ഇനി ഇപ്പം ഇവിടെ കൂട്ടുകാരോട് പോയി പറയല്ലേ ആകെ നാട്ട കേസാവും. ഇത് വിട് അവൾക്ക് ഒരു തെറ്റ് പറ്റി വിട്. എന്റെ പൊന്നു വിഷ്ടിച്ചാട്ട് ഞാനല്ല ചെയ്തത്, ഇവരാണ് ചെയ്തേ. ചേച്ചി വെറുതെ നടന്ന് വാച ഓടിക്കാതെ പോയാൽ ബെഡ്ഷീറ്റ് കഴിയിടും. ലച്ചു നാണം ഇല്ലേ നിനക്ക്? 10-17 വയസ്സായില്ലേ? ഇനി എന്നെ കളിയാക്കിയ ഞാൻ ഉറപ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നിന്ന് ചെലക്കാതെ പോയി ബെഡ്ഷീറ്റ്. മക്കളെ എന്തായാലും ചേച്ചിക്ക് അബദ്ധം പറ്റി വിട്ടടാ. മോൻ പോയി ബെഡ്ഷീറ്റ് കഴുകുക. ബെഡ്ഷീറ്റ് കഴുകാൻ എന്ത് അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂലേ? കേൾക്കൂലേ? ആ കേക്കാം. ആ പിന്നെന്ത്? വേണ്ട ഞാൻ തന്നെ കഴിക്കോളാം. വേണ്ടെന്ന് അവൻ പറഞ്ഞ് അവൻ ബെഡ്ഷീറ്റ് കഴുകാന്ന് പറഞ്ഞ്. അതുമല്ല അവൻ ഈ വീട്ടിലെ ജോലിയെല്ലാം അവന് പറ്റുന്ന ജോലിയെല്ലാം അവൻ ചെയ്യാമെന്നും പറഞ്ഞു. നല്ല കുട്ടിയാകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞില്ലടാ? പറഞ്ഞില്ലടാ? ആ പറഞ്ഞു. ആരും കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം. എന്തിന്? ഇനി എന്നെ കൊന്നാലും ഞാൻ കഴുകില്ല. അവൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റ് കഴിവാന്ന്, പിന്നെ എന്തിന്? മക്കളെ കാശു നന്നാവാൻ കിട്ടുന്ന ഒരവസരം എൻ്റെ മക്കള് പാഴാക്കല്ലേ. പോയി ബെഡ്ഷീറ്റ് കഴിവ് ചെല്ലേ. എന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ, സന്തോഷമായിട്ട് ചെയ്തോളാം. വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല വാടി. കഷ്ടം നിന്റെ വീതി, അല്ലാതെ എന്ത്? സ്വയം ഏറ്റെടുത്ത് വാങ്ങിച്ചല്ലേ? അല്ല സ്വയം ഏറ്റെടുത്ത പണിയല്ലേ? നല്ല വെച്ചല്ലേ? അല്ല ചെറിയ എല്ലാ ജോലിയും കൂടി ചെയ്യണം കേട്ടോ. അവൻ ചെയ്തോളൂ. പിന്നെ ചെയ്തില്ലെങ്കിൽ പറയണം. എന്നാ ഓക്കെ, ഞാൻ നല്ല ജോലികളൊക്കെ കൊടുക്കാം, പേടിക്കണ്ട. നീ ഇടന്ന് മൂത്തൊഴിക്കാറുണ്ടോടാ ഇപ്പൊ? ആരും ഒറ്റയ്ക്കാകുമ്പോൾ ആരും അറിയില്ലല്ലോ. ചിറ്റപ്പനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചാൽ ചിറ്റപ്പനെന്ന് വിളിച്ച് വായിക്കണ്ടാ, ഞാൻ തന്നെ ഒഴിച്ചത്. എടാ കേശു, നീ ചുമ്മാ എന്തിനാടെ ഏറ്റു പിടിക്കാൻ പോയെ? ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചടി. എന്താണ് ഈ കാണിക്കുന്നത്? സോപ്പൊടി എന്തോന്നടി നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തുമാണ് ഈ കാണിക്കുന്നത്? സോറി സഹായിച്ചേ. നല്ല കാര്യമുണ്ടോ? അവിടെ വെച്ച വെള്ളം ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി അതേ പറ്റും. എടാ ഇങ്ങ അച്ഛൻ എടുത്ത് വെക്കണേ. ഇടിച്ചു. ഛേ നീ എന്ത് ചെയ്യാൻ പോണം? വണ്ടി കഴുകാൻ പോണു. മഴ പറഞ്ഞ കേട്ടാ, മഴ വന്നാൽ വണ്ടിയിൽ പിന്നെയും ചെളിയാവും. അതുകൊണ്ട് കഴിവാതിരിക്കുകയാണ് നല്ലത്. ചളി അടിക്കാണ്ട് പോവാച്ച. അച്ഛനെന്തോന്നു പത്രം വായിക്കുന്ന? പത്രം വായിക്കുന്ന? ഓ അച്ഛൻ നല്ല പണിയായിട്ടാ എനിക്ക് തന്നത്. എന്ത്? ആ ബെഡ്ഷീറ്റ് കഴിയെന്റെ അടപ്പള. എടാ ഈ പ്രശ്നത്തിനിടയിൽ നിനക്കൊരു നല്ല പേര് വരട്ടെന്ന് എഴുതിയിടാ ഞാൻ ഏൽപ്പിച്ചത് പിന്നെ. ശരി എന്ത്? അതുകൊണ്ട് മുടിഞ്ഞിട്ടും പറ്റും. ചേട്ടനെന്തോന്ന് വണ്ടി കഴുകാൻ പോന്നാ? നന്നായിട്ട് തേച്ചൊടിച്ച് കഴുകു. ആ വണ്ടിയിൽ ചെളിന്നല്ല പറയണ്ടത്, ആ ചെളിയിൽ വണ്ടി എന്നാ പറയണ്ടത്. മക്കളെ വിഷ്ണു, അതെല്ലാം കൂടെ അവൻ്റെ കൈ കൊടുക്കും. നന്നായിട്ട് വണ്ടി കഴുകും. കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ ചേട്ടൻ്റെ വണ്ടി ഞാൻ കഴുകും, ചേട്ടൻ വണ്ടി കഴിയാൻ വൃത്തിയാവില്ല, ഞാൻ അങ്ങനെയാണ് വണ്ടി കഴുകുന്നത് കാണിച്ചു കൊടുക്കാന്നൊക്കെ. മക്കളെ കാണിച്ചു കൊടുറാ. നീ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു. കഴിതാ എനിക്കാണെങ്കിൽ 2-3 കോളം വെക്കുന്നുണ്ട്. നന്നായിട്ട് തേച്ച് വരച്ച കേട്ടാ. അത് നീ അതൊന്നും അവൻ്റെ പറയണ്ട, പഠിപ്പിക്കണ്ട. അവൻ നല്ല രീതിയിൽ കഴുകും. നല്ല കുട്ടിയല്ലേ? അല്ല മക്കളെ കഴുകടാ. ചേട്ടൻ പൊയ്ക്കോ. ആ മൺകാടിന്റെ അടിയിലൊക്കെ നല്ല ചെളിയുണ്ട്, തേച്ച് വരച്ച കേട്ടാ. ഓ അതൊക്കെ അവനെ അറിയാടേ. ഓ ശരി എന്നാ കഴുകടാ, കഴുകു മക്കളെ നല്ല പതപ്പിച്ച് കഴുകും കേട്ടാ. എടാ കേശു, നീ നല്ലവനൊക്കെ നല്ലവനായി പോയല്ലോടാ. ഓടി അവിടുന്ന്. അപ്പൊ അതൊക്കെ മേലെ നല്ലവൻ. എടാ അത് ചുമ്മാ ഒന്ന് വെള്ളം അടിച്ചു വിട്ടാ പോരെ? ഓടി അവിടുന്ന്. അവൻ ചെയ്യണ പണി നല്ല ആത്മാർത്ഥത്തോടെ ചെയ്യും. എടാ കേശു, ഇത്രയും കാലം ആത്മാർത്ഥത എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച കേശു? ഒളിപ്പിച്ചു വെക്കാൻ അവനെ പോലെ മുടുക്കൽ ലോകത്താരുമില്ല അല്ലേ? എന്തോന്ന് അച്ഛൻ ഞാൻ അകത്തുനിന്ന് ഫോൺ ചെയ്ത് കൊടുക്കുമ്പോ അവൻ വന്നിട്ട് പായമുള്ളിന്ന് വിളിച്ചു പോകും. അതിനെന്താ ചേച്ചി, ചേട്ടനോട് സത്യം കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ കണ്ട നീ കാരണം എത്ര പേരുടെ ബലിയാടാവണത്? വണ്ടി കഴിവ് അവിടെ നിന്ന് മൂത്തൊഴിക്കല്ലേ.
ഏത് നേരത്താണ് കിടക്കണമെന്ന് മുള്ളാൻ തോന്നുന്നു. അമ്മാ നടു ഒടിഞ്ഞു. എടാ നീ എന്തിനാ ലേറ്റ് പിടിച്ച് ചെയ്യാൻ പോണേ? അച്ഛൻ പറഞ്ഞാൽ ചെയ്തില്ലേ പറ്റൂ. അച്ഛൻ പറഞ്ഞാലോ? അല്ല, ഞാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്ക് എന്തെങ്കിലും ജോലി തരുമെന്ന്. ഇത്രയും കാലം മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നീ ശരിക്കും നന്നാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അത് തന്നെ, നന്നാൻ തന്നെ തീരുമാനിച്ചു. ഇതേ വെറുതെ കയറിയിരിക്കണേ, വണ്ടിയെ കഴിവിയാ? ആ കഴുകി, എന്നോട് പറ്റുന്ന അത്രയും കഴുകി. എടുക്കാൻ. നീ ഇവിടെ പോയത്? ഞാൻ വിഷ്ണുവേട്ടൻ തപ്പാൻ പോയതാ. ഏ? വിഷ്ണുവേട്ടനെ തപ്പി പോയതാന്ന്. വീടേടി ചുമ്മാ വെറുതെ കിടന്ന്. അങ്ങനെ വിടുവൊന്നുമില്ല, കൈ കിട്ടാൻ ശരിയാക്കും ഞാൻ. ആ എന്താ അച്ഛനും മക്കളും കൊണ്ട് അവിടെ? നീ ഇവിടെ എന്താണ്? ഞാൻ ഡൈനിങ് ടേബിൾ കൊടുക്കുക. ഡൈനിങ് ടേബിൾ അങ്ങോട്ട് മാറ്. മക്കളെ കേശു, നീ വേടാ. എന്താ വെച്ചാ? അത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കും പറയണ്. എനിക്ക് നീ വണ്ടി കഴിയുടെ ശേഷം അമ്മ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന്. അതുകൊണ്ട് മക്കള് തൊടാ. എന്താ വെച്ചാ? തൊടയുടെ ടാബ്ലോടാ. എന്ത് വയ്യേ? എന്താ വയ്യ എനക്ക്? എന്തോ? അച്ഛാ ഞാൻ ഇപ്പൊ സ്കൂട്ടർ കയറിയതല്ലേ ഉള്ളൂ. അപ്പൊ തുടങ്ങൂലേ? തുടങ്ങി. ആ തൊടാ. തൊടയടേ. ഇവനിതെന്ത് പറ്റി? അവൻ നല്ല കുട്ടിയാവൻ തീരുമാനിച്ചു. തുടങ്ങുന്നതിന് മുമ്പ് അച്ഛന് ദാഹിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? അച്ഛൻ ഞാൻ എടുത്തിട്ട് വരാം. നീ വേണ്ട. എടാ നീ നേരത്തെ പറഞ്ഞില്ലടാ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോളെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ക്യാഷ് കൊണ്ട് അച്ഛാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? അപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെ ആയാ മതി. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ. അവൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. പെട്ടെന്നാണേ. നിക്കച്ചാ ചേച്ചി, നാ, ഇതെന്തത്? വായിച്ചു നോക്ക്, എന്റെ ലേറ്റസ്റ്റ് കവിതയാ. കവിത ആരും ചെയ്ത്? ഞാൻ എഴുതാറില്ലേ? പെട്ടെന്നോടെ. യൂറിനാ നോക്കച്ചത്. കവിത നീ തൊടയടേ. തുടച്ചോണ്ടില്ലേ? ഇതാ ഇല്ലേ? തൊടാ. ഇവൾ യൂറിനെ പ്രണയിച്ച കുട്ടി, യൂറിൻ പുഴയിൽ കുളിച്ച് യൂറിൻ ബെഡിൽ കിടക്കുന്നു. നീ ചിരിക്കണ്ട, നീ ചിരിക്കരുത് കേട്ടാ. നീ ചിരിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നന്നായി തുടക്കി. തുടച്ചിട്ട് കേട്ടാ ഇതുകൊണ്ടകത്ത് വെക്കണേ. ഇതുകൊണ്ടകത്ത് വെക്കണം. ഇത് പറ്റൂലേ? കൊണ്ടുപോയി വെക്കാം. കേട്ടാ? വേണ്ട. അയ്യോ. വളരെ നന്നാവാൻ കിട്ടുന്ന ഒരവസരം മക്കൾ പാഴാക്കരുത്. ഓക്കെ? ഓക്കെ. നന്നായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ യശു വേണ്ട അച്ഛാ, ഞാൻ തുടച്ചോളാം. തുടച്ചോ? ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ബാലു ശരിയായിട്ടൂടെ? ബാലു എന്തടി തേങ്ങ പൊതിച്ചേ. തേങ്ങ പൊതിക്കി. ഈ പൊതിക്കണ തേങ്ങ നീ എവിടെ കൊണ്ടുപോകണേ? നീ ഞാൻ വിഴുങ്ങുക. ഒന്ന് പൊതിച്ചെന്നേ. എത്ര? തൽക്കാലം 2 എണ്ണം പൊതിക്കി. കുറച്ച് കഴിയുമ്പോൾ പിന്നെ തരാം. കുറച്ച് പിന്നെ തരാം. ഞാൻ ഇവിടെ പണിയില്ലായിരിക്കണം. നീ പിന്നെ തരാം. ഒന്ന് പൊതിക്കാൻ പറ്റുമോ? ക്യാഷേ, കേശു വിളിക്കണ എന്തിനാ? ക്യാഷു എന്താ അച്ഛാ? മകളെ വാടാ. എന്തോന്ന് വെച്ചേ? നീ നേരത്തെ പറഞ്ഞില്ലേ അമ്മയെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം നീ പാഴാക്കൂലെന്ന്? ഞാനിപ്പോ പറഞ്ഞു. പറഞ്ഞു. അതുകൊണ്ട് 2 തേങ്ങ വെച്ചോളൂ. തേങ്ങയാ? എന്നോടൊന്നും വയ്യ. കേശു നീ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നന്നാവാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുതെന്ന്. ആർക്കവസരം? അച്ഛനവസരം. ഞാൻ തേങ്ങ പൊതിച്ച് പഠിച്ചു കഴിഞ്ഞാ അച്ഛന് പിന്നെ ജോലി ചെയ്യണ്ടല്ലോ. അച്ഛൻ അങ്ങനെ സൂഹിക്കണ്ട. കേശു നിന്റെ മാന എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് ഓർമ്മിച്ചോ? എന്റെ മാന എന്റെ തന്നെ. എനിക്കിനി വൈകി അടിമപ്പണി ചെയ്യാൻ. എല്ലായിടത്തും കൂടെ ഞാനൊരു കാര്യം പറയാം. കിടക്കെ കിടന്ന് മുള്ളിയത് ഞാനാണ്, ഞാൻ മാത്രം. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. മേലാ എന്നെ ആവർത്തിക്കരുത്. മനസ്സിലല്ലേ പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ആവർത്തിച്ച് നിൽക്കും. എടാ നീ കാണാൻ ഞാനും കൂടെ നോണം കേട്ടോ.